എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് ഇയർ ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ അതിൻ്റെ ഇൻട്രഡക്ഷൻ ഭാഗമാണ് ഞാൻ ഈ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരെയും ഈ ക്ലാസ്സിലോട്ട് ഞാൻ ക്ഷണിക്കുന്നു. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ഇലക്ട്രിക് കറണ്ട്, എങ്ങനെയൊക്കെ ഇലക്ട്രിക് കറണ്ട് നമുക്ക് മെഷർ ചെയ്യാം, ഇലക്ട്രിക് കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണോ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മുമ്പിലെ പ്രീവിയസ് ആയ 3 ചാപ്റ്ററിൽ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ്, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ചാർജസ് ആർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് പഠിച്ചിരുന്നത്. ചാർജസിനെ നമ്മളിപ്പോൾ പതുക്കെ മൂവ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ചാർജിനെ നമ്മൾ ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടി ഈ ചാപ്റ്ററിൽ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അപ്പം അതിന് മുമ്പിൽ ഈ കറണ്ട് എന്ന് പറയുന്ന വേർഡ്, കറണ്ട് എന്ന് പറയുന്ന ടേം നമ്മൾ ലൈഫിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ കറണ്ട്? കറണ്ട് ഈസ് എ സം സോർട്ട് ഓഫ് മോഷൻ, സം സോർട്ട് ഓഫ് ഫ്ലോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എയർ മോളിക്യൂൾസ് ആണെങ്കിൽ അതിനെ നമ്മൾ എയർ കറണ്ട് എന്ന് വിളിക്കും. വാട്ടർ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്ലോയിനെ നമ്മൾ വാട്ടർ കറണ്ട് എന്ന് വിളിക്കും. ചാർജസ് ആണ് നമ്മൾ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുന്നു. വി ഷാൽ നൗ സ്റ്റഡി ഓർ ഡിസ്കസ് ദ ഡൈനാമിക്സ് ഓർ മോഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ദാറ്റ് ബ്രാഞ്ച് ഈസ് കോൾഡ് കറണ്ട് ഇലക്ട്രിസിറ്റി. Current electricity is a branch which deals the study of motion of electric charges. ഇപ്പോൾ ഇലക്ട്രിക് ചാർജസിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മളിതിന് തൊട്ട് മുമ്പിലെ ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 1-2 കാര്യങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും വേണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? A positive charge moves from high potential to low potential. A negative charge moves from low potential to high potential. A positive charge moves in the direction of the electric field. A negative charge moves opposite to the direction of electric field. ഇപ്പോൾ ഞാനിവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എന്താണെന്ന്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ ഇതിന് മുമ്പിലെ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് എന്താണ് ഇലക്ട്രിക് കറണ്ട് നമുക്ക് നോക്കാം. ഇലക്ട്രിക് കറണ്ട് നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ തൊട്ട് മുമ്പിൽ പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിർബന്ധമായിട്ടും ആവശ്യമാണ്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീടുകളിൽ നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി വാട്ടർ ടാങ്ക് ഉപയോഗിക്കും. വാട്ടർ ടാങ്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും വീടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ഹൈറ്റ് വെച്ചുകൊണ്ടാണ് വാട്ടർ ടാങ്ക് നമ്മൾ പ്ലേസ് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കാം വാട്ടർ ടാങ്ക് മുകളിൽ കൊണ്ട് വെക്കുന്നത്, അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫേസിൽ നിന്ന് ഇത്രമാത്രം ഹൈറ്റിൽ വെക്കാനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കാം? കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ എനർജി കൂടിയ സ്ഥലത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ ഈ വെള്ളം നമ്മളൊരു പൈപ്പ് ഉപയോഗിച്ചിട്ട് താവോട്ടേക്ക് വെക്കുകയാണെങ്കിൽ തന്നെ താവോട്ടേക്ക് പോകും. പൊട്ടൻഷ്യൽ കൂടിയ, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ ഫ്ലോ ചെയ്തോളും. രണ്ടും ഒരേ ഹൈറ്റ് വെക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരേ ലെവൽ വെക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആദ്യത്തെ ടാങ്കിൽ ഒരേ ലെവൽ വാട്ടർ, അതേ ലെവലിൽ തന്നെ അടുത്ത ടാങ്കിലും ഒരേ ലെവൽ വാട്ടർ വെച്ചു, ഒരു പൈപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്തു. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കോ വെള്ളം പോകില്ല. കാരണം ഒരേ പൊട്ടൻഷ്യൽ ആണുള്ളത്, ഒരേ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ആണുള്ളത്. അതുകൊണ്ട് ഇലക്ട്രിക് ചാർജ് അതേപോലെ തന്നെ ഒരു പോയിന്റിൽ നിന്നും വേറെ പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യണമെങ്കിൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവശ്യമാണ്. അതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ബാറ്ററി ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഒരു 2 ആൾക്കാർ ഒരു പൈപ്പ്, ഒരു വെള്ളം പോകുന്ന വാട്ടർ പൈപ്പിൻ്റെ ഒരെൻ്റെ ഒരാൾ പിടിച്ചിട്ടുണ്ട്, അടുത്തയാൾ അങ്ങേൻ്റെയും പിടിച്ചിട്ടുണ്ട്. 2 പേരും ഒരേ ലെവലിൽ, ആ പിടിച്ചിരിക്കുന്ന 2 സ്ഥലത്തും ഒരേപോലെ ആയത് കാരണം എന്താ സംഭവിക്കുന്നത്? അവിടുന്ന് ആദ്യത്തെ ആളിൽ നിന്ന് രണ്ടാമത്തെ ആളിലോട്ട് വാട്ടർ ഫ്ലോ ചെയ്യില്ല. കാരണം 2 സെയിം ഹൈറ്റിലാണുള്ളത്. രണ്ടാമത്തെ ഫിഗർ നോക്കുക, ഒരാൾ ഉയർത്തി പിടിച്ചിരിക്കുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ കൂടി. രണ്ടാമത്തെ ആൾ താത്തി പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്ത് സംഭവിക്കും? ഗ്രാവിറ്റി ഹൈ പൊട്ടൻഷ്യലിൽ നിന്നും ലോ പൊട്ടൻഷ്യലിലേക്ക് വാട്ടർ തന്നെ ഫ്ലോ ചെയ്യും.
എക്സാമ്പിൾ നിങ്ങൾ ഈ ഫിഗർ ഞാൻ കൊടുത്തത് കാണും. ഓക്കെ, ഇതുപോലെയാണ് നമുക്ക് ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് ആവശ്യമാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അത് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസാണ് നമ്മുടെ ബാറ്ററി സെല്ല്. നമ്മളൊരു ബാറ്ററി മേടിക്കുകയാണെങ്കിൽ, ഒരു സെല്ല് മേടിക്കുകയാണെങ്കിൽ, ആ സെല്ലിൽ ഒരു സ്ഥലത്ത് പോസിറ്റീവ് എന്നും ഒരു സ്ഥലത്ത് നെഗറ്റീവ് എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് എന്ന് കാണിക്കുന്നത് എന്താണ്? ഹൈ പൊട്ടൻഷ്യൽ. നെഗറ്റീവ് എന്ന് കാണിക്കുന്നത് എന്താണ്? ലോ പൊട്ടൻഷ്യൽ. എ പോസിറ്റീവ് ചാർജ് മൂവ്സ് ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ. എ നെഗറ്റീവ് ചാർജ് മൂവ്സ് ഫ്രം ലോ പൊട്ടൻഷ്യൽ ടു ഹൈ പൊട്ടൻഷ്യൽ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിർബന്ധമായിട്ട് നമുക്ക് ആവശ്യമാണ്. ഈ സെല്ലിനെ പറ്റി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുന്നതാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചാർജ് ഒരു പോയിന്റിൽ നിന്നും വേറെ പോയിന്റിലോട്ട് ഡയറക്റ്റഡ് ഫ്ലോ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഈസ് ദ ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മാത്രം പറ്റില്ല, ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് നെഗറ്റീവ് ചാർജസ് ആൻഡ് ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജസ്. Therefore, electric current is the directed flow of charges. Directed flow of charges produces electric current. എയർ ആണെങ്കിൽ എയർ കറണ്ട്, വാട്ടർ ആണെങ്കിൽ വാട്ടർ കറണ്ട്, ഇലക്ട്രിക് ചാർജസ് ആണെങ്കിലോ ഇലക്ട്രിക് കറണ്ട്. ഇപ്പോൾ ഒരു മെറ്റീരിയൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ മെറ്റീരിയൽ ഇഷ്ടംപോലെ പോസിറ്റീവ് ചാർജ് ഉണ്ടാകാം, നെഗറ്റീവ് ചാർജ് ഉണ്ടാകാം. ഇപ്പോൾ ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ, ഒരു അലുമിനിയം, ഒരു കോപ്പർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇഷ്ടംപോലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് ആണ് ചാർജ് കാരിയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കറണ്ടിന്റെ മൂവ്മെന്റിനെ സഹായിക്കുന്നത്. ഈ ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലൂടെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ആ ഫ്രീ ഇലക്ട്രോൺസ് റാൻഡമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആ റാൻഡമായ മൂവ്മെന്റിലൂടെ അവിടെ ഒരിക്കലും കറണ്ട് ആവുന്നില്ല. ആ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ സെല്ലും EMF എല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഇലക്ട്രിക് കറണ്ട്, എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാം, ഈ കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിച്ചത്. കറണ്ട് നമുക്ക് എങ്ങനെ മെഷർ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് കോൾഡ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓർ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. Intensity of electric current is, the symbol is I. ഇലക്ട്രിക് കറണ്ട് എത്രമാത്രം ഉണ്ട് നമ്മൾ മെഷർ ചെയ്തെടുക്കണം. അതിന് ഉപയോഗിക്കുന്ന സിമ്പലാണ് I. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രിക് കറണ്ട് നമ്മൾ മെഷർ ചെയ്യാൻ പോകും. ഒരു കണ്ടക്ടർ എടുത്തു, ഒരു കോപ്പറിൻ്റെ വയർ എടുത്തു. ആ കോപ്പറിൻ്റെ വയറിൽ നമ്മൾ ഒരെൻഡിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു, ഒരെൻഡിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു. എങ്ങനെ കൊടുക്കും? ഒരെൻഡിൽ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്തു, അങ്ങേ എൻഡിൽ ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ഡയറക്റ്റ് ഫ്ലോ ഉണ്ടാവും, ഇലക്ട്രോണിന്റെ ഡയറക്റ്റ് ഫ്ലോ ഉണ്ടാവും, ചാർജിന്റെ ഡയറക്റ്റ് ഫ്ലോ ഉണ്ടാവും. ആ ചാർജിന്റെ ഡയറക്റ്റ് ഫ്ലോ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിക് കറണ്ട് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ അളക്കണം. എങ്ങനെ അളക്കും? നമ്മളെങ്ങനെ അളക്കും? ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ ഏരിയ അവിടെ നോക്കുന്നു. ആ ക്രോസ് സെക്ഷൻ ഏരിയയിൽ എത്രമാത്രം ചാർജാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വന്നേ നോക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ കണ്ടക്ടർ വരയ്ക്കാം. ഒരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിൻ്റെ ഒരു സ്ഥലത്ത് നമ്മൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു, ഒരു സ്ഥലത്ത് നമ്മൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു. ഇനി ഒരു ക്രോസ് സെക്ഷൻ ഏരിയ എടുത്തു, ഒരു ചെറിയ ക്രോസ് സെക്ഷൻ ഏരിയ എടുത്തു. ആ ക്രോസ് സെക്ഷൻ ഏരിയയിൽ വരുന്ന കറണ്ട് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ അളക്കണം. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എത്രയാണ് നമ്മൾ അളക്കും. ഞാൻ നോക്കുന്നു, 1 സെക്കൻഡ് നേരം ഞാൻ ഇവിടെ എത്രമാത്രം ഇലക്ട്രോൺസ് വന്ന് വരുന്നുണ്ടെന്ന് എന്നെ നോക്കി. 1 സെക്കൻഡ് ഞാൻ എഴുതിയപ്പം അത് 1 സെക്കൻഡിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം 1 കുളോം ചാർജ്. 1 കുളോം. ഓക്കെ, 1 കുളോം ഇലക്ട്രോൺസ് ഇത്രമാത്രം ചാർജ് വന്നു. 2 സെക്കൻഡ് ഞാൻ നോക്കിയപ്പോൾ അവിടെ വരുന്ന ചാർജിന്റെ എണ്ണം ഞാൻ നോക്കി, 2 കുളോം വന്നു. എക്സാമ്പിൾ ആണ്. 3 സെക്കൻഡ് ഞാൻ നോക്കിയപ്പോൾ ആ ചാർജിന്റെ എണ്ണം 3 കുളോമാകുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ചാർജിനെ ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആദ്യം 1 കുളോം divided by 1 second, and answer is equal to 1. Then 1 coulomb second. Then next 2 coulomb by 2 second, answer is equal to 1.
Then what is the answer? 3 coulomb by 3 second. Answer is equal to 1. ഞാൻ ഇവിടെ 1 സെക്കൻഡ് എടുക്കുന്നതിന് പകരം 0.5 സെക്കൻഡ് എടുത്ത് നോക്കും. 0.5 സെക്കൻഡ് എടുത്തപ്പോൾ 0.5 സെക്കൻഡ് എടുത്തപ്പോൾ കിട്ടിയ ചാർജ് 0.5 കൂളോം ആണെങ്കിൽ ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്തു. 0.5 കൂളോം ഡിവൈഡ് ബൈ 0.5 സെക്കൻഡ്. Again answer is equal to 1 coulomb per second. Answer is same. ഇനി 0.5 സെക്കൻഡ് പകുതി എടുത്തു, ഹാഫ് സെക്കൻഡ് എടുത്തു. ഹാഫ് സെക്കൻഡ് എടുത്തപ്പോൾ കിട്ടിയ ആൻസറും 1 coulomb per second തന്നെയാന്ന് ഓർക്കുക. നിങ്ങൾ എത്രമാത്രം ചെറിയ ടൈം എടുത്തപ്പോഴും കിട്ടിയ ആൻസർ 1 coulomb per second അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞ ആൻസർ ആണ് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ കിട്ടുന്നെങ്കിൽ ആ കറണ്ടിനെ നമ്മൾ സ്റ്റഡി കറണ്ട് എന്ന് വിളിക്കുന്നു. അപ്പം എന്തായിരിക്കും സ്റ്റഡി കറണ്ട്? കറണ്ട് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്മൾ ഇപ്പോഴേ കണ്ടുപിടിച്ചു. ചാർജ് പെർ ടൈം 1 coulomb per 1 second, 2 coulomb per 2 second, 3 coulomb per 3 second. 1 സെക്കൻഡ് നേരം നോക്കി, 2 സെക്കൻഡ് നേരം നോക്കി, 3 സെക്കൻഡ് നേരം നോക്കി, എല്ലാ സമയത്തും കിട്ടുന്ന ആൻസർ അതാ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ആൻസർ. എനിക്കിപ്പം കിട്ടിയിരിക്കുന്നത് 1 ആണ്. ഇനി എത്രമാത്രം ചെറിയ ടൈം എടുത്താലും അതേ ആൻസർ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ആ കറണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്റ്റഡി കറണ്ട് എന്ന് വിളിക്കുന്നു. അതിന്റെ അർത്ഥം ഓരോ 1 സെക്കൻഡിൽ ഇവിടെ വരുന്ന ചാർജിന്റെ എണ്ണവും അടുത്ത 1 സെക്കൻഡിൽ അവിടെ വരുന്ന ചാർജിന്റെ എണ്ണവും എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി 4 സെക്കൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 1 സെക്കൻഡ്, രണ്ടാമത്തെ 1 സെക്കൻഡ്, മൂന്നാമത്തെ 1 സെക്കൻഡ്, നാലാമത്തെ 1 സെക്കൻഡ്, ഈ 4 സെക്കൻഡിലും വരുന്ന ചാർജിന്റെ എണ്ണം കൂട്ടിയാൽ കിട്ടുന്ന ചാർജ് ആയിരിക്കും അവിടെ കിട്ടും. ഇനി 1 സെക്കൻഡിന്റെ പകുതി എടുത്താലോ, അതായത് ഹാഫ് സെക്കൻഡ് എടുത്താലോ ചാർജ് പകുതിയായി. ഹാഫ് സെക്കൻഡ് പകുതി എടുത്താലോ വീണ്ടും ചാർജ് നേരത്തെയുള്ളതിന്റെ 1/4 ഭാഗമായി. 1/4 സെക്കൻഡിൽ ചാർജ് 1/4 ഭാഗമായി. ആൻസർ എപ്പോഴും സെയിം തന്നെ. അങ്ങനെയാണെങ്കിൽ ടൈം അനുസരിച്ച് കറണ്ട് മാറുന്നില്ലെങ്കിൽ ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റഡി കറണ്ട്. സ്റ്റഡി കറണ്ട്. അപ്പൊ എന്തായിരിക്കും ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ? എങ്ങനെയായിരിക്കും ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ചാർജ് പെർ സെക്കൻഡ് ഇൻ എനി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ കണ്ടക്ടർ. എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് കറണ്ട് ഈസ് എ ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. അത് എങ്ങനെ മെഷർ ചെയ്യും? ചാർജ് പെർ ടൈം. ഇലക്ട്രിക് ചാർജ് പെർ ടൈം. ചാർജ് പാസിംഗ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എക്സാമ്പിള് സ്റ്റഡി കറണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ഇലക്ട്രിക് കറണ്ട് I is equal to എന്ത് എഴുതാം? നമുക്ക് Q by T എന്ന് എഴുതാം. I is equal to Q by T. എന്താ Q എന്ന് പറഞ്ഞാല്? ചാർജ്. എന്താ ടൈം എന്ന് പറഞ്ഞാല് നമ്മളെ നോക്കിയ സമയം. then I is equal to Q by T എന്ന് കൊടുത്തു. then ഈ Q by T നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? ഏത് മൊമെന്റിൽ നോക്കിയാലും ആ ടൈമിൽ കിട്ടുന്ന, ആ ടൈമിൽ വരുന്ന ചാർജിന്റെ എണ്ണം സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി ഓരോ പോയിന്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കാന്ന് നോക്കുക. ആദ്യത്തെ 1 സെക്കൻഡിലുണ്ടായ കറണ്ട് 1 coulomb, അടുത്ത 1 സെക്കൻഡിലുണ്ടായ കറണ്ട് 1.1 coulomb, അടുത്ത 1 സെക്കൻഡിൽ ഉണ്ടായ കറണ്ട് അഗെയിൻ 1 coulomb, അടുത്ത 1 സെക്കൻഡിലുണ്ടായ കറണ്ട് ഒരു 0.9 coulomb. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂല എല്ലാ 1 സെക്കൻഡിലും ഒരേ എമൗണ്ട് ഓഫ് കറണ്ട് ആണെന്നും ആ കറണ്ട് എന്ത് കറണ്ട് ആണെന്നും നമുക്ക് പറയാൻ പറ്റൂല. സ്റ്റഡി കറണ്ട് ആണെന്നും നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ. ഇപ്പൊ സ്റ്റഡി കറണ്ട് ആകണമെങ്കിൽ ദ കറണ്ട് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ചാർജ് പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഡസ് നോട്ട് ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ ആ കറണ്ടിനെ നമ്മൾക്ക് എന്ത് വിളിക്കാൻ പറ്റും? സ്റ്റഡി കറണ്ട് എന്ന് വിളിക്കാൻ പറ്റും. ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ് ആക്സിസ് ടൈം എടുത്തു, വൈ ആക്സിസ് നമ്മൾ എടുത്തു, കറണ്ട് എടുത്തു. നമ്മൾ ഇവിടെ ടൈം മാർക്ക് ചെയ്യുന്നു. 0 സെക്കൻഡ്, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കറണ്ട് 1 ആംപിയർ, 2 ആംപിയർ മാർക്ക് ചെയ്യുന്നു. 1 ആംപിയർ കറണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. എല്ലാ സമയത്തും 0 സെക്കൻഡ്, 1 സെക്കൻഡ്, 1 സെക്കൻഡിൽ 1 ആംപിയർ, 2 സെക്കൻഡിൽ 1 ആംപിയർ, 3 സെക്കൻഡിൽ 1 ആംപിയർ. ആ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനായിരിക്കും. അങ്ങനെയാണെങ്കിൽ കറണ്ടിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് സ്റ്റഡി കറണ്ട്. ആ സ്റ്റഡി കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസസ് ആണ് നമ്മുടെ ബാറ്ററി.
നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ക്ലോക്കിൽ ആ കറണ്ട് എപ്പോഴും സ്റ്റഡി ആയിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഹിയറിംഗ് എയ്ഡ്സ് അവിടെ ഉള്ള കറണ്ട് എപ്പോഴും സ്റ്റഡി കറണ്ട് ആയിരിക്കണം. പേസ് മേക്കർ അവിടെ ഉപയോഗിക്കുന്ന കറണ്ട് എപ്പോഴും സ്റ്റഡി കറണ്ട് ആയിരിക്കണം. ഒരു വാച്ച് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കറണ്ട് എപ്പോഴും സ്റ്റഡി കറണ്ട് ആയിരിക്കണം. ആ കറണ്ടിന് വേരിയേഷൻ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള കറണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റഡി കറണ്ട്. ദ കറണ്ട് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ദാറ്റ് ഈസ് കോൾഡ് സ്റ്റഡി കറണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ കറണ്ട് ഫ്ലോയിങ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം ഓർ പെർ സെക്കൻഡ് ഓർ I is equal to Q/T എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട് എന്ന, അല്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ വരും, എങ്ങനെയായിരിക്കും ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ എടുക്കുന്നത്? ക്രോസ് സെക്ഷണൽ ഏരിയ എടുക്കുന്നതിന് കണ്ടീഷൻസ് ഉണ്ട്. ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് ഹെൽഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ആയിരിക്കണം. മനസ്സിലായി? നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുക. ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഈ കണ്ടക്ടർ ഇവിടെ പോസിറ്റീവ് കൊടുത്തു, ഇവിടെ നെഗറ്റീവ് കൊടുത്തു. ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ടു നെഗറ്റീവ് വന്നു. ഇവിടെ ഇലക്ട്രോൺസ് ലോ പൊട്ടൻഷ്യലിൽ നിന്നും ഹൈ പൊട്ടൻഷ്യലിലോട്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ചാർജ് നമ്മൾ ക്രോസ് സെക്ഷൻ ഏരിയ ഇവിടെ എടുക്കുന്നുണ്ട്. ഈ ഏരിയ നമ്മളാണ് നമ്മൾ നോക്കിയിട്ട് കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചത്. ഈ ഏരിയ ഈ ക്രോസ് സെക്ഷൻ പെർപെൻഡിക്കൽ ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്യേണ്ടത് ഇങ്ങോട്ടേക്കായി. അതായത് ചാർജ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ക്രോസ് സെക്ഷൻ ഏരിയ എടുക്കുന്നത്. ചാർജ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യണം. ചാർജ് ഇങ്ങനെ മുകളിലോട്ട് ഫ്ലോ ചെയ്താൽ ഈ ആംഗിൾ 90 ഡിഗ്രി അല്ല. ഓക്കെ, ഇനി ചാർജ് ഇങ്ങനെയാണ് ഈ ഭാഗമെങ്കിൽ ചാർജ് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ ആംഗിൾ 90 ഡിഗ്രി. ഒരിക്കലും ഇങ്ങോട്ട് എടുക്കാൻ പാടില്ല, ഇങ്ങോട്ടേക്ക് ചാർജ്. ഓക്കെ, നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക്, അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം ക്രോസ് സെക്ഷണൽ ഏരിയ വേണ്ടത്. ഇപ്പോൾ ഡെഫിനേഷൻ ഒന്നുകൂടി ഞാൻ പറയട്ടെ. എന്താ ഡെഫിനേഷൻ? ഇലക്ട്രിക് കറണ്ടിന്റെ then there is a condition provided the area is held perpendicular to the direction of flow of electric charge. The area is held perpendicular to the direction of flow of electric charge. Once more, electric current through any cross sectional area of a conductor is charge per unit time. The area is held perpendicular to the direction of flow of electric charge. The area should held perpendicular to the direction of flow of positive charge. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ സ്റ്റഡി കറണ്ടിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും കറണ്ട് എപ്പോഴും സ്റ്റഡി ആയിട്ട് തന്നെയാണ് ഉള്ളതെന്ന്. കാരണം ഒരിക്കലും സ്റ്റഡി ആയിട്ട് നിൽക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. സ്റ്റഡി അല്ലാത്ത 2 ടൈപ്പ് കറണ്ടും കൂടെ നമ്മൾ പഠിക്കാറുണ്ട്. അതിലൊന്നാണ് ട്രാൻസിയൻ കറണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പിലെ ചാപ്റ്ററിൽ കപ്പാസിറ്റർ ചാർജിങ്ങും കപ്പാസിറ്റർ ഡിസ്ചാർജിങ്ങും പഠിച്ചിട്ടുണ്ടാവും. ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ട് അതൊരിക്കലും സ്റ്റഡി ആയിരിക്കില്ല. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ട് ഒരിക്കലും സ്റ്റഡി ആയിരിക്കില്ല. ഒരു എക്സാമ്പിൾ നമുക്ക് എപ്പോഴും അറിയാവുന്ന എക്സാമ്പിളാണ് ലൈറ്റ്നിങ്. ഇടിമില്ലുണ്ടാകുന്ന സമയത്ത്, ആ ഇടിമില്ലുണ്ടാകുന്ന സമയത്ത് ഡിസ്ചാർജിങ് ടേക്സ് പ്ലേസ് ഫ്രം clouds to cloud and from cloud to earth. Then that current is a very high current that is not in steady and varying current. That current is called varying current. That is an example of transient current. Here it is a transient current. Then another type of current is called alternating current. And alternating current, ഇവിടെ നമ്മൾ നോക്കുക, ഈ സെക്ഷൻ പോസിറ്റീവ് സെക്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു ട്രാൻസിയൻ കറണ്ട് എടുക്കുകയാണെങ്കിലും അതിനും നോക്കുക, ടൈം വെച്ചു, അതിനും ഒരു നെഗറ്റീവ് സെക്ഷനോട്ട് പോകുന്നില്ല, ഒരു പോസിറ്റീവ് ഇങ്ങനെ പോകും. ഒരു പോസിറ്റീവ് സെക്ഷൻ മാത്രമേ ട്രാൻസിയൻ കറണ്ട്. അതേസമയം മൂന്നാമത് പറഞ്ഞ വേരിയിങ് കറണ്ടായ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ പോസിറ്റീവ് സെക്ഷൻ ഉണ്ടാവും, നെഗറ്റീവ് സെക്ഷൻ ഉണ്ടാവും, കൂടാണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫിൽ നമ്മൾ ഇത് വരച്ചു, ടൈം എടുത്തു, ഇവിടെ നമ്മൾ എന്തെടുത്തു, കറണ്ട് എടുത്തു, ഓരോ ടൈമുകൾ മാർക്ക് ചെയ്തു, കണ്ടിന്യൂസ്ലി വേരി ചെയ്യുന്നു. പോസിറ്റീവ് സെക്ഷൻ ഉണ്ടാവും, നെഗറ്റീവ് സെക്ഷൻ ഉണ്ടാവും. ഇവിടുത്തെ കറണ്ട് 0 ആണെങ്കിൽ ഈ ഭാഗത്ത് കറണ്ട് മാക്സിമം ആവും, ഇവിടെ വീണ്ടും 0 ആവും, പിന്നെ നെഗറ്റീവിലോട്ട് കൂടുകയും കുറയും ചെയ്യും. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന കറണ്ട് ഡയറക്റ്റ് കറണ്ടാണ്, സ്റ്റഡി കറണ്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
ഇനി പിന്നീട് വരുന്ന ചാപ്റ്ററിൽ നമ്മൾ ട്രാൻസിയന്റ് കറണ്ടിനെ പറ്റി നമ്മൾ അധികം പഠിക്കുന്നില്ല. ട്രാൻസിയന്റ് കറണ്ട് ഞാൻ പറഞ്ഞു, എ വെരി ഹൈ കറണ്ട് അല്ലെങ്കിൽ എ കറണ്ട് വിച്ച് ആർ വേരിങ്. ഒരു ലൈറ്റ്നിങ് അല്ലെങ്കിൽ ഇടിമിൽ ഉണ്ടാകുമ്പോൾ കറണ്ട് ഏകദേശം 10⁴ ആംപിയർ അത്രമാത്രം കറണ്ട് വരും. അത്രമാത്രം ഹൈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമേ നിൽക്കൂ, പെട്ടെന്ന് വരും, സഡൻ ഡിസ്ചാർജ് ആണ് നടക്കുന്നത്. അതേസമയം ഡയറക്റ്റ് കറണ്ട് ആണെങ്കിൽ ഏത് മൂമെന്റിൽ നോക്കിയാലും ഒരൊറ്റ കറണ്ട് ആകണം, സ്റ്റഡി കറണ്ടാണ്, എപ്പോഴും ഒരൊറ്റ കറണ്ട്, ഏത് ടൈമിൽ ഒരൊറ്റ കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓൾട്ടർനേറ്റിംഗ് ആണെങ്കിൽ കണ്ടിന്യൂസ്ലി വേരിയിങ് ആണ്, പീരിയോഡിക് ആയിട്ട് എൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും, പോസിറ്റീവ് ഉണ്ടാകും നെഗറ്റീവ് ഉണ്ടാകും. അപ്പോൾ ഈ കാര്യം നമ്മൾ പിന്നീട് വേറെ ഓൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കുണ്ട്, അവിടെ പഠിക്കുന്നു. ഓക്കെ, കറണ്ട് നമുക്ക് മെഷർ ചെയ്തിട്ടുണ്ട്. നമ്മൾ I = Q/T എന്ന് എഴുതിയിട്ടുണ്ട്. കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് പെർ ടൈം കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നു, I = Q/T എന്ന് നമ്മൾ എഴുതിയപ്പോൾ ചാർജ് എപ്പോഴും സെയിം ആയിരിക്കും, ഏത് ടൈം എടുത്താലും ഒരേ ചാർജാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ആൻസർ എപ്പോഴും ഒരുപോലെ വന്നു. അതുകൊണ്ടാണ് ഈ സ്റ്റഡി കറണ്ട് എന്ന് വിളിച്ചിട്ട് നമ്മൾ I = Q/T എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ 1 സെക്കൻഡ് കിട്ടിയ കറണ്ടല്ല അടുത്ത 1 സെക്കൻഡ് കിട്ടുന്നത്. അതിപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വേരിയൻ കറണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ ഇൻസ്റ്റന്റിലെ കറണ്ട് നമ്മൾ മെഷർ ചെയ്യണം. ഇപ്പം ഞാൻ നേരത്തെ 1 സെക്കൻഡിലെ മെഷർ ചെയ്തു, 2 സെക്കൻഡ് മെഷർ ചെയ്തു, 0.5 സെക്കൻഡ് മെഷർ ചെയ്തു. എല്ലാ സമയത്തും കിട്ടിയ ആൻസർ ഒന്നായിരുന്നു. ഒന്നാണെങ്കിൽ പ്രശ്നമില്ല, എത്രമാത്രം സമയം എടുക്കാം, ആ ടൈമിൽ കിട്ടിയ മൊത്തം ചാർജിനെ ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആൻസർ എപ്പോഴും ഒന്നായിരിക്കും. എത്രമാത്രം ചെറിയ ടൈം എടുത്താലും അതേ ആൻസർ തന്നെ നമുക്ക് കിട്ടും. അതല്ലാത്ത പക്ഷം ഓരോ ഇൻസ്റ്റന്റിലും കറണ്ട് മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മാറ്റണം. നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിരിക്കുന്ന ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ പോലെ തന്നെ നമ്മൾ എന്ത് കൊടുക്കണം, ടൈം ചെറുതാക്കി 0ക്ക് അടുത്തോട്ട് കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ വളരെ മൈന്യൂട്ട് സെക്കൻഡിൽ എത്രമാത്രം ഇലക്ട്രിക് കറണ്ട് ഉണ്ടായോ അത് അടുത്ത മൈന്യൂട്ട് സെക്കൻഡിൽ അതാകണമെന്ന് നിർബന്ധമില്ല. അത് തന്നെയാണെങ്കിൽ എത്രമാത്രം ടൈം ചെറുതാക്കിയാലും ഒരേ കറണ്ട് തന്നെയാണെങ്കിൽ അത് സ്റ്റഡി കറണ്ടാണ്. അല്ലാത്ത പക്ഷേ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ കറണ്ട് നമുക്ക് I ആവറേജ് വിളിക്കാം, ആവറേജ് കറണ്ട് വിളിക്കാം, I ആവറേജ് കറണ്ട് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എടുക്കണം. I = ΔQ/ΔT. Then I = limit ΔT tends to 0 ΔQ/ΔT. And this current is called instantaneous current, and this is equal to dQ/dt. This is equal to dQ/dt. And current I is the rate of change of electric charge with respect to time. Then I is equal to dQ/dt എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. എവിടെ സ്റ്റഡി ആണെങ്കിലും ശരി, എവിടെ വേണമെങ്കിലും വേരിയിങ് ആണെങ്കിലും ശരി, നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. ഓരോ മൊമെന്റിലും കറണ്ട് മാറിക്കൊണ്ടിരിക്കും. I = dQ/dt. ഈ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എപ്പോഴും ഒരേ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റഡി കറണ്ട് വിളിക്കും. ഇത് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസിയന്റ് കറണ്ടിൽ വരാം, അതോടൊപ്പം ഏത് കറണ്ടിലും വരാം, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലും വരാം. ഓക്കെ, അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, കറണ്ട് എന്താണ്, ഇലക്ട്രിക് ചാർജിൻ്റെ മൂവ്മെൻ്റ് ആണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതെങ്ങനെ മെഷർ ചെയ്യാം, അത് ഏതൊക്കെ തരത്തിലാകാം, അതിൽ സ്റ്റഡി കറണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ തൊട്ട് മുമ്പിൽ പറഞ്ഞ ഈ കറണ്ടിൻ്റെ ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ. ഇത് കാണിക്കും, ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ. നമ്മൾ A എന്ന് പറയുന്നത് ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ I = Q/T എന്ന് എഴുതിയപ്പോൾ 1 കുളോംബർ 1 സെക്കൻഡ്, 2 കുളോംബർ 2 സെക്കൻഡ്, 3 കുളോംബർ 3 സെക്കൻഡ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിയപ്പോൾ ഞാൻ കുളംബർ സെക്കൻഡ് എന്ന യൂണിറ്റ് പറഞ്ഞു. ആ കുളംബർ സെക്കൻഡ് വിളിക്കുന്ന പേരാണ് ആംപിയർ. അപ്പോൾ കുളം പെർ സെക്കൻഡ്, അപ്പോൾ എത്ര കുളം ആകണം ഒരു സെക്കൻഡിൽ 1 ആംപിയർ ആകണം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് I = dQ/dt or I = simply Q/T നമ്മൾ എഴുതുമ്പോൾ Qന്റെ വാല്യൂ 1 കുളവും Tയുടെ വാല്യൂ 1 സെക്കൻഡും കൊടുക്കുകയാണെങ്കിൽ I = 1 കുളം പെർ 1 സെക്കൻഡ് വരും. That is equal to 1 ampere.
1 കൂളോം ചാർജ് ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ ഏരിയയിൽ കൂടി 1 സെക്കൻഡ് നേരം ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ കറണ്ട് 1 ആംപിയർ കറണ്ട് ആയിരിക്കും. Then 1 കൂളോം ചാർജ് cross any cross section area of a conductor in 1 second, then current through the conductor is 1 ampere. If 1 coulomb charge crosses any cross sectional area of a conductor in 1 second, then current through the conductor is equal to 1 ampere. 1 ampere. That is the definition of ampere. That is a unit of intensity of electric current. That is a SI unit of intensity of electric current. ഇപ്പോൾ ആംപിയർ എന്ന് പറയുന്ന യൂണിറ്റ് 1 ആംപിയർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പിലെ ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ആദ്യത്തെ ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ കോണ്ടൻസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അവിടെ Q is equal to NE പഠിച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ ഇത് കണ്ടു കാണും. 1 കൂളോം ചാർജിൽ എത്രമാത്രം ഇലക്ട്രോൺസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് ഉണ്ട്. ഇത്രമാത്രം ഇലക്ട്രോൺസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. സാധാരണ എപ്പോഴും സ്മോളസ്റ്റ് യൂണിറ്റ് പറയുന്ന പോലെ തന്നെ മില്ലി ആംപിയർ. 1 മില്ലി ആംപിയർ. 1 മില്ലി ആംപിയർ. 1 മില്ലി ആംപിയർ. 1 മില്ലി ആംപിയർ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 10⁻³ ആംപിയർ. 1 ഇൻറ്റു 10⁻³ 10⁻³ ആംപിയർ. ചെറിയ യൂണിറ്റ്. മൈക്രോ ആംപിയർ 1 മൈക്രോ 1 ഇൻറ്റു 10⁻⁶ ആംപിയർ. ഇത് എല്ലാം നമ്മൾ കോമൺ ആയിട്ട് പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ആംപിയർ കറണ്ട് പറയും 1 മൈക്രോ ആംപിയർ 2.36 ഇൻറ്റു 10⁻⁶ ആംപിയർ എന്ന് പറയുന്നതിന് പകരം മൈക്രോ ആംപിയർ നമ്മൾ ഇതിനെ ആംപിയറോട്ട് കൺവേർട്ട് ചെയ്ത് SI യൂണിറ്റോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചെയ്യും. അപ്പം ഇത് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ആംപിയർ. 1 ആംപിയർ ഈസ് ഈക്വൽ ടു 1 കൂളോം പെർ 1 സെക്കൻഡ്. ആംപിയർ ആയിരിക്കും 1 ആംപിയർ ആയിരിക്കും. 1 ആംപിയർ എന്ന് പറഞ്ഞാൽ ഈ ഡെഫിനിഷനാണ് നമ്മൾ പറയുന്നത്. ഇത് കൂടാണ്ട് ഒരു ഡെഫിനിഷൻ കൂടി നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ 1 ആംപിയർ വീണ്ടും നമ്മൾ റീഡിഫൈൻ ചെയ്യുന്നതാണ്. അവിടെ കറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻ നമ്മൾ വീണ്ടും പറയുന്നതാണ്. അപ്പോൾ ആ ചാപ്റ്റർ എത്തുമ്പോൾ നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ 1 ആംപിയർ നമ്മൾ വീണ്ടും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹൗസ് ഹോൾഡ് അപ്ലയൻസ് വീട്ടിൽ ഉപയോഗിക്കുന്ന ഡൊമസ്റ്റിക് അപ്ലയൻസിൽ എത്രമാത്രം കറണ്ട് വേണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 ആംപിയർ കറണ്ട് നമുക്ക് ആവശ്യം. 1 ആംപിയർ കറണ്ട് നമുക്ക് ആവശ്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ലൈറ്റ്നിങ് ഉണ്ടാകുമ്പോൾ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ എത്രമാത്രം കറണ്ട് ഉണ്ടാവും 10⁻⁴ ആംപിയർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഏകദേശം 10⁻⁴ ആംപിയർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. നെർവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് ഏകദേശം 10⁻⁻�6 ആംപിയർ. അത് 1 മൈക്രോ ആംപിയർ. അത്രമാത്രം കറണ്ട് നെർവസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ നെർവ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1 മൈക്രോ ആംപിയർ ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു കറണ്ടിന്റെ യൂണിറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ളതായ ഇലക്ട്രിക് കറണ്ട് സ്ട്രെങ്ത് ഒന്ന് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് പഠിച്ചു, ഇലക്ട്രിക് കറണ്ട് യൂണിറ്റ് പഠിച്ചു, അത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇലക്ട്രിക് കറണ്ട് സ്കെയിലർ ക്വാണ്ടിറ്റി ആണോ അതോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? ഇലക്ട്രിക് കറണ്ട് വെക്ടർ ആണോ സ്കെയിലർ ആണോ എന്നൊരു പ്രശ്നം വരും. ഇലക്ട്രിക് കറണ്ടിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ചാർജസ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് കറണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഡയറക്ഷൻ ഉണ്ടോ? ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഇത് വെക്ടർ ആണോ ഇത് സ്കെയിലർ ആണോ? ഈ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. വെക്ടർ ഓർ സ്കെയിലർ. അതിന് മുമ്പിൽ നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്? നമ്മൾ എപ്പോഴും കറണ്ട് പറയുമ്പോൾ നമ്മൾ കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ ഇലക്ട്രോൺസ് ആണ് ചാർജ് കാരിയേഴ്സ്. കോപ്പർ, അലുമിനിയം തുടങ്ങിയ കണ്ടക്ടേഴ്സ് അല്ല ഇലക്ട്രോൺസ് ആണ് ചാർജ് കാരിയേഴ്സ്. അതേസമയം നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എടുക്കുകയാണെങ്കിൽ, സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ പോസിറ്റീവ് അയണും ഉണ്ടാവും, നെഗറ്റീവ് അയണും ഉണ്ടാവും. ഇനി എയർ എടുക്കുകയാണെങ്കിൽ, ഗ്യാസ് എടുക്കുകയാണെങ്കിൽ, ഗ്യാസസ് അയണൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും പോസിറ്റീവ് ചാർജ് ഉണ്ടാകാം, നെഗറ്റീവ് അയണൻസും ഉണ്ട്. രണ്ടും ചാർജ് കാരിയേഴ്സ് ആണ്. ഇനി സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിലോ അവിടെ ഹോൾസും ഇലക്ട്രോൺസും ചാർജ് കാരിയേഴ്സ് ആണ്. അപ്പോൾ ചാർജ് കാരിയേഴ്സ് പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, രണ്ടും ഉണ്ടാകാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് വരുന്നു, 10 നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് വരുന്നു. നെറ്റ് ചാർജ് ഈസ് ഈക്വൽ ടു 0.
10 പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് വരുന്നു, 5 നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് വരുന്നു. നെറ്റ് ചാർജ് ഈസ് ഈക്വൽ 10 മൈനസ് 5. ഓക്കെ, ഇനി 10 നെഗറ്റീവ് ചാർജ് അങ്ങോട്ടേക്ക് വരുന്നു, 5 പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ എത്ര വന്നു? മൈനസ് കൊടുക്കും, -5 എന്ന് കൊടുക്കും. ഇങ്ങോട്ട് ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കുക, നേരെ ഓപ്പോസിറ്റ് നമ്മൾ നെഗറ്റീവ് എടുക്കുക. ഞാൻ ഐ ഈസ് ഈക്വൽ ക്യൂബായിട്ടിൽ നെറ്റ് ചാർജ് എത്രയാണ് നമ്മൾ കൊടുക്കുക. ആ ക്യൂ ആണ് അവിടെ വരുന്നത്. 2 ചാർജും കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഐ ഈസ് ഈക്വൽ ക്യൂബായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നെറ്റ് ചാർജാണ് ക്യൂ വരുന്നത്. 2 ചാർജും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ഉള്ള ഈക്വൽ എമൗണ്ട് ഓഫ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നെറ്റ് ചാർജ് 0 ആണ് വരുന്നത്. അവിടെ കാരണം ഉണ്ടാവില്ല. എങ്ങോട്ടേക്കാണോ ചാർജ് കൂടുതൽ അങ്ങോട്ടേക്ക് പോസിറ്റീവ് ചാർജാണ് കൂടുന്നില്ല അങ്ങോട്ടേക്ക് ഡയറക്ഷൻ, തിരിച്ചാണെങ്കിൽ ഇങ്ങോട്ടേക്ക്. അതാണ് നെറ്റ് ചാർജ് വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രോൺസിന്റെ ഫ്ലോ കണ്ടാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നതെങ്കിൽ അതിന് നമ്മൾ ഇലക്ട്രോണിക് കറണ്ട് എന്ന് വിളിക്കും. ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രോൺസിന്റെ ഫ്ലോ കണ്ടാണ് ഉണ്ടായെങ്കിൽ അതിനെ നമ്മൾ ഇലക്ട്രോണിക് കറണ്ട് എന്ന് വിളിക്കും. ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ കണ്ടക്ടർ നമ്മൾ കൊടുത്തു, ഒരു സമയത്ത് നമ്മൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു, ഒരു സ്ഥലത്ത് നമ്മൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു, ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്തു, ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ടു നെഗറ്റീവ് സെറ്റപ്പ് ചെയ്തു, ഇലക്ട്രോൺസ് ഫ്ലോസ് ഫ്രം ലോ പൊട്ടൻഷ്യൽ ടു ഹൈ പൊട്ടൻഷ്യൽ. ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ഇത് ഇലക്ട്രോൺ ആണ്, ഇങ്ങോട്ടേക്ക് വരും. അടുത്ത ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വരും. എല്ലാ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരിക, ഓരോ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരിക. ദിസ് കറണ്ട് ഈസ് കോൾഡ് ഇലക്ട്രോണിക് കറണ്ട്. ഇലക്ട്രോണിന്റെ ഫ്ലോ എങ്ങോട്ടേക്കാണോ ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോണിക് കറണ്ട്. ബട്ട് ആക്ച്വലി ദിസ് ഈസ് നോട്ട് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ദിസ് ഈസ് നോട്ട് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് മീൻസ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് തന്നെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. പക്ഷേ കൺവെൻഷലി അതായത് നമ്മൾ പണ്ട് കാലം തൊട്ടിട്ട് നമ്മൾ എല്ലാ ബുക്കുകളും ഫിസിക്സ് അല്ല എല്ലാ ബുക്കുകളിലും നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ. അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണോ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നത് അതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. സപ്പോസ് ഇവിടെ ഇലക്ട്രോൺസ് ആണ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്താലും നമ്മൾ അസ്യൂം ചെയ്യുക അതിന് ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അസ്യൂം ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രോണിക് കറണ്ട് എങ്കിൽ കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്കല്ല. കൺവെൻഷണൽ കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ. അതാണ് വ്യത്യാസം. അപ്പൊ നമ്മൾ ഇനി ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കുക ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പ്രശ്നമില്ല, അങ്ങോട്ടേക്ക് തന്നെ പോയി. നെഗറ്റീവ് ചാർജ് എപ്പോഴും നമ്മൾ എങ്ങനെയാണോ കറണ്ട് ഉദ്ദേശിക്കുന്നത് അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനോട്ടേക്ക് ഉണ്ടാകുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മെറ്റൽസ് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ആ ഫ്രീ ഇലക്ട്രോൺസ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ലോ പൊട്ടൻഷ്യൽ ടു ഹൈ പൊട്ടൻഷ്യൽ ആയിരിക്കും. അത് ഇലക്ട്രോണിക് കറണ്ടിന്റെ ഡയറക്ഷനാണ്. കൺവെൻഷണൽ കറണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കറണ്ട് എന്ന് പറയും നമ്മൾ പണ്ട് തൊട്ടേ നിലനിന്നിരുന്ന രീതി അനുസരിച്ച് പറയുകയാണെങ്കിൽ കറണ്ട് ഈസ് ഡയറക്റ്റഡ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. That current is called conventional current. That is the direction of electric current. Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Then current is a scalar or vector quantity. കറണ്ട് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? കറണ്ട് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്ഷൻ ഒക്കെ പറഞ്ഞു, കൺവെൻഷണൽ ഡയറക്ഷൻ ഒക്കെ പറഞ്ഞു, ഓപ്പോസിറ്റ് ഡയറക്ഷൻ എല്ലാം നമ്മൾ പറഞ്ഞു. ഇലക്ട്രോണിക് കറണ്ട് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതാണ്. പോസിറ്റീവ് ചാർജ് ഡയറക്ഷനാണ് നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ എടുക്കുക. അതാണ് നമ്മൾ കൺവെൻഷൻ കറണ്ടായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത്. നെഗറ്റീവ് ആണെങ്കിലും അത് തന്നെയാണ് പറയുന്നത്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചു നമ്മൾ. പക്ഷെ കറണ്ട് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. കറണ്ട് എന്ത് ക്വാണ്ടിറ്റി അല്ല? വെക്ടർ ക്വാണ്ടിറ്റി അല്ല. കാരണം ഓർഡിനറി വെക്ടർ റൂൾസ് ഒന്നും ഇത് ഒബേ ചെയ്യുന്നില്ല. നമ്മൾ കഴിഞ്ഞ വർഷം ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ, 2 വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ റൂൾ ഒന്നും ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. സ്കെയിലറാണ്. അത് ഡയറക്ഷൻ ഡിപ്പെൻസ് ഇല്ല. ഒരു എക്സാമ്പിൾ പറയാണ്. സപ്പോസ് 3 ആംപിയർ കറണ്ട്. Again, another current that is 4 ampere current. Okay. Current 3 ampere current, current 4 ampere current. ഇതൊരു വയറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 3 ആംപിയർ കറണ്ട്.
ഇത് വേറെ വയറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 4 ആംപിയർ കറണ്ട്. ഇത് വെക്ടർ റൂൾസ് അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യണത് ഇങ്ങനെ ആഡ് ചെയ്തു. ഇതിന്റെ ഹെഡിൽ കൊണ്ടുപോയിട്ട് അടുത്തതിന്റെ വാല് വെച്ചു. നമ്മൾ തേർഡ് സൈഡ് കംപ്ലീറ്റ് ആക്കി ട്രയാങ്കിൾ ആക്കി. നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര വരണം? വെക്ടർ റൂൾസ് ഉപയോഗിച്ചുള്ള ആൻസർ നമുക്ക് കിട്ടും. എത്ര കിട്ടുമ്പോൾ നമുക്ക് ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് നോക്കും. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ് നമുക്ക് പറയാൻ എളുപ്പമായിരിക്കും. പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇതിന് പെർപെൻഡിക്കുലർ ആണ്. ഈ 2 ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇത് 3, ഇത് 4. ആൻസർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ആൻസർ ഈസ് ഈക്വൽ ടു 5 ആംപിയർ. ഇത് റോങ് ആണ്, ഇത് തെറ്റാണ്. സിമ്പിളി രണ്ടും കൂടി ആഡ് ചെയ്താണ്. ഏതൊക്കെ? 3 ആംപിയർ കറണ്ട്, 4 ആംപിയർ കറണ്ട്. അടുത്തൊരു വാല്യൂ കൂടി കൊടുത്താൽ 7 ആംപിയർ കറണ്ട് ആയിരിക്കും. ഒരിക്കലും 5 ആംപിയർ കറണ്ട് ആയിരിക്കില്ല. 7 ആംപിയർ കറണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കറണ്ട് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഇറ്റ് ഡസ് നോട്ട് ഒബേ എനി വെക്ടർ റൂൾസ്. വെക്ടർ ആൾജിബ്ര അത് ഒബേ ചെയ്യുന്നേ ഇല്ല. ഇറ്റ് ആർഡർ ലൈക്ക് റിയൽ നമ്പേഴ്സ്. ഓർഡിനറി നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ ഇത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കറണ്ടിനെ നമ്മൾ എവിടെ പെടുത്തിയിരിക്കുന്നു? വെക്ടർ ക്വാണ്ടിറ്റി പെടുത്തുന്നില്ല, സ്കെയിലർ ക്വാണ്ടിറ്റിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഈ പാർട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാർട്ട് നമുക്ക് ഉടനെ കാണാം.